നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. 1.5 വർഷത്തോളമായി. അതിനിടയ്ക്ക് 4 സീസൺ ഞാൻ ലണ്ടൻ ഫാഷൻ വീക്ക് വർക്ക് ചെയ്തു. ഇനിയുള്ളത് ഒരു പാരീസ് ഫാഷൻ വീക്കിൻ്റെ ഒരു സീസണോട് വരുന്നുണ്ട്. അത് ചെയ്യണം. കാരണം ലണ്ടൻ ഫാഷൻ വീക്ക് ഒന്നും അല്ല. എനിക്ക് പേടിയില്ലാത്തത് ആ ഒരു കാര്യം കൊണ്ട്. ഇപ്പോൾ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഓരോ മേക്കപ്പ് ആർട്ടിസ്റ്റിനാണെങ്കിലും അവർക്ക് വേറെ എവിടെ പോയാലും ഏത് ഒരാളെ മേക്കപ്പ് ചെയ്യാനാണെങ്കിലും അവർക്ക് പേടിയില്ലാതെ ചെയ്യുന്നതിന് കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഫുൾ ടൈം നിൽക്കുന്ന ആർട്ടിസ്റ്റുകളുടെ കൂടെ. നമ്മളവിടെ ഓരോ സെക്കൻഡും എപ്പോൾ തെറി കേൾക്കുമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. അത് ഓരോ മേക്കപ്പ് മാനും ഈ ആർട്ടിസ്റ്റുകൾ കൊടുക്കുന്ന ഒരു വാല്യൂ ഉണ്ട്. ആർട്ടിസ്റ്റുകളല്ല, ടോട്ടൽ ഇൻഡസ്ട്രി തന്നെ കൊടുക്കുന്ന ഒരു വാല്യൂ ഉണ്ട്. അത് അവർ ഉണ്ടാക്കിയെടുക്കുന്ന വാല്യൂ. അല്ലാതെ ചില മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ ലൊക്കേഷൻ ചെന്നാൽ തന്നെ ആർക്കും ഒരു ബഹുമാനമില്ല. അവർ അസിസ്റ്റന്റ് അങ്ങനെ തന്നെയാണ് കാണുന്നത്. നമ്മളെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ കൂടുതലും ഒരു മേക്കപ്പ് കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ അതിനകത്ത് നെഗറ്റീവ് കാര്യങ്ങളാണ് കൂടുതലും പറയുന്നത്. ഒരിക്കലും അതിൻ്റെ പോസിറ്റീവ് കാര്യങ്ങൾ എത്ര നന്നായാണെങ്കിലും കുഴപ്പമില്ല എന്നുള്ള ഒരു കൺസെപ്റ്റ് മാത്രം. പക്ഷെ അവരങ്ങനല്ല. നമ്മൾ ഏറ്റവും പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിൽ ദ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിലെത്തുക, അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് എത്തിപ്പിടിക്കുക എന്നൊക്കെ പറയണത്, അത് കാണാനും അങ്ങനെയുള്ളവരെ കേട്ടിരിക്കാനും ഒരു പ്രത്യേക സുഖമാണ് അല്ലേ. ഇന്ന് അങ്ങനത്തെ ഒരാളാണ് എൻ്റെ കൂടെ. ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ജിജോ. എന്തുകൊണ്ട് ജിജോ എന്ന് ബാക്കി നമുക്ക് വഴിയെ പറയാം. ഹായ് ജിജോ. ഹലോ. ഭയങ്കര ഓക്വേർഡായിട്ടല്ലേ നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ. ജിജോയ്ക്ക് എന്തൊക്കെയാണ് എന്നുള്ള അല്ല, എന്തുകൊണ്ട് ജിജോ സ്പെഷ്യൽ ആവണമെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ടുള്ള പരിചയമുണ്ട്, കുറച്ച് അടുപ്പമുണ്ട്, പരിചയമല്ല. അപ്പോൾ ആ സമയത്തൊക്കെ ജിജോയെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ മാത്രം നമ്മൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ വളരെ നിറഞ്ഞ് കാണും എന്ന് വിചാരിച്ച ഒരു ജിജോ അവിടെ നിന്നൊക്കെ അതുക്കും മേലെ എന്നുള്ള ലെവലിൽ ലണ്ടൻ ഫാഷൻ വീക്ക് ഏതൊരു എന്താ പറയുക, ഈ ഫാഷൻ ഫീൽഡിലായാലും നമ്മുടെ ഈ ഒരു മേഖലയിൽ നിൽക്കുന്നവർക്ക് വളരെ ഡ്രീമായിട്ടുള്ള ഒരു സ്പേസാണ്. ആ ഒരു സ്പേസിൽ ഒട്ടും ചെറുതല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇപ്പം നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. അപ്പം നമ്മുടെ ജോലി നമ്മുടെ സ്വപ്നമാണ്. നമ്മളൊരു മേഖലയിലേക്ക് എത്തുന്നത് നമുക്കത് ഇഷ്ടമുണ്ടായിട്ടാണ്, അത് ഏറ്റവും ഇഷ്ടത്തോടെ ചെയ്യുന്ന ആളുമാണ്. പക്ഷേ എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു സ്പേസ് എങ്ങനെ അവിടെ എത്തുന്നു, അതൊക്കെ ഇനി വരുന്നവർക്കും അത് ഇൻസ്പിറേഷൻ ആവും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഇത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവിടെ പിടിച്ചിരുത്തിയിരിക്കണം. എങ്ങനെ വേണമെങ്കിലും പറഞ്ഞു തുടങ്ങാം. ഓക്കെ, ഞാൻ വർക്ക് ചെയ്യുന്നത് പറയാം. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ലണ്ടൻ ഫാഷൻ വീക്കിൻ്റെ 4ാമത്തെ സീസൺ വരെ ഞാൻ ചെയ്തു. ഏകദേശം ഞാനിപ്പം ലണ്ടനിലെത്തിയിട്ട് ഒരു 1.5 വർഷത്തോളമായി. അപ്പോൾ ഇപ്പം ഞാൻ ലണ്ടനിലാണ് ഉള്ളത്. അപ്പോൾ 1.5 വർഷത്തോളമായി. അതിനിടയ്ക്ക് 4 സീസൺ ഞാൻ ലണ്ടൻ ഫാഷൻ വീക്ക് വർക്ക് ചെയ്തു. ഇനിയുള്ളത് ഒരു പാരീസ് ഫാഷൻ വീക്കിൻ്റെ ഒരു സീസണോട് വരുന്നുണ്ട്. അത് ചെയ്യണം. കാരണം ലണ്ടൻ ഫാഷൻ വീക്ക് ഒന്നും അല്ല, അതിനെക്കാട്ടി ഒരുപാട് മുകളിലാണ് പാരീസ് ഫാഷൻ വീക്ക്, മിലൻ ഫാഷൻ വീക്ക്. അപ്പോൾ ഓൾറെഡി ഞാൻ അതിനുള്ള ഒരു ഇതിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം മാർച്ചിലേക്കാണ് അതിൻ്റെ വരുന്നത്. അപ്പം മാർച്ചിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ മുമ്പോട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ഒരു ചെറിയ ഗ്യാപ്പിൽ നാട്ടിൽ വന്നത്. അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടി വന്നത്. ഇതൊക്കെയാണ് ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങൾ. പിന്നെ ലാസ്റ്റ് സീസണിൽ ഞാൻ ലണ്ടൻ ഫാഷൻ വീക്കിൽ റാമ്പിൽ വാക്ക് ചെയ്തു. നമ്മളതിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ അയ്യോ ഇതാരാണിത് അല്ല. പക്ഷെ ശരിക്കും നമ്മൾക്ക് അത്രയ്ക്ക് ഈസി അല്ലല്ലോ അങ്ങനത്തെ ഒരു സ്പേസിൽ എത്തിപ്പെടലൊക്കെ. എങ്ങനെയാണ് അത് ഈസി എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ ഓൾറെഡി ഞാൻ വർക്ക് ചെയ്ത സമയത്ത് ഞാൻ വർക്ക് ചെയ്ത മേക്കപ്പ് ആർട്ടിസ്റ്റുകളെല്ലാം ഇപ്പൊ അവരെല്ലാം വലിയ സ്റ്റാറുകളാണ്. പിന്നെ അവരുടെ ഒരു ബ്ലെസ്സിങ്സ്, അവർ നമുക്ക് തന്നേക്കുന്ന ഒരു സ്പേസ് ഉണ്ട്. കാരണം ഞാൻ വർക്ക് ചെയ്ത സമയത്ത് എനിക്ക് എൻ്റെ ആശാന്മാർ തന്നേക്കുന്ന ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഏതൊരു ആർട്ടിസ്റ്റ് വന്നാലും നീ ചെയ്യുക, അല്ലെ അവരെ വിളിക്കാൻ നിൽക്കണ്ട, നിങ്ങൾ ചെയ്യുന്നു പറഞ്ഞിട്ട് ഒരു കോൺഫിഡൻസ്, അതാണ് ശരിക്കും എന്നെ അവിടെ ഇപ്പോഴും അവിടെ സ്ട്രോങ് ആയിട്ട് നിർത്തേണ്ട ഒരു മെയിൻ കാര്യമെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം അതാണ്. അപ്പോൾ ഇപ്പം ഞാനിപ്പം പേഴ്സണലി പറയുകയാണെങ്കിൽ ചേച്ചിക്ക് അത്രയും അറിയാവുന്ന കാര്യമാണ്. കാരണം നമ്മൾ പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത സമയമേ ചേച്ചിക്ക് അറിയാവുന്ന കാര്യം. അപ്പം നമ്മൾ ഒരു പേഴ്സണലി ഒരു കണക്ഷനോടുണ്ട്, അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഇവിടെ ഇന്റർവ്യൂയാന്ന് പറഞ്ഞിരിക്കുമ്പം ഞാൻ ഉള്ളിൽ ഭയങ്കര സന്തോഷം എനിക്ക്. ഇപ്പൊ അന്ന് വർക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ അത് ഇന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടി പറഞ്ഞാൽ അറിയുന്ന ഒരു ബ്രാൻഡാണ്. ബ്രാൻഡിന്റെ കൂടെയാണ് റോണെക്സ്.
റോണയെ ഇപ്പോൾ സ്നേഹത്തോടെ ഞാൻ ഓർക്കുകയാണ്. അപ്പം ഇവരൊക്കെ ഭയങ്കര അല്ലേ, ആ ഒരു സമയം നമ്മുടെയൊക്കെ ഒരു ബോണ്ടിങ്ങും ഒക്കെ അങ്ങനെയാണ്. ഞാൻ അതാണ് അപ്പോൾ ശരിക്കും അവിടുന്ന് ഇപ്പോൾ നമ്മൾ അന്ന് കണ്ട റോണ പിന്നീട് സിനിമയുടെ മെയിൻ സ്ട്രീമിലല്ല, നമുക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റുകളിലെ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുന്ന ലെവലിലേക്ക് ആയി അവനൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ജിജോയെ പോലുള്ള ഒരാളെയും ഒക്കെ അതിൻ്റെ ഒരു വഴി പിടിച്ച് അവിടേക്കായിരിക്കും. നമ്മുടെ അഖിലുണ്ട്, എല്ലാവരും അതിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുക. അപ്പോഴാണ് പ്രതീക്ഷിക്കാതെ ഇത് നമ്മുടെ ആളാണല്ലോ, ലണ്ടൻ ഫാഷൻ വീക്കിലാണല്ലോ പോയി നിൽക്കുന്നത്, അപ്പോൾ ഇതിൻ്റെ തന്നെ മറ്റൊരു ഏരിയ ആണല്ലോ എക്സ്പ്ലോർ ചെയ്യണത്. അതെന്തുകൊണ്ടാണ് ഇവിടെ സിനിമയിലോ അല്ലെങ്കിൽ സീരിയലിലോ കണ്ടിന്യൂ ചെയ്യാതെ എന്തുകൊണ്ടാണ് അങ്ങനെ പോയത്? എന്തെങ്കിലും പ്രത്യേക റീസൺ ഉണ്ടോ? അത് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാണെങ്കിൽ എൻ്റെ വൈഫാണെങ്കിൽ വർക്ക് ചെയ്യുന്നത് നേഴ്സായിട്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി സൗദിയിലായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി ഇവിടെ വന്ന് എക്സാം എഴുതിയിട്ട് ഇപ്പോൾ UK പോകാനുള്ളൊരു പ്ലാന് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്ലാന് കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പേ ഞാനൊരു 5 വർഷമായിട്ട് നമ്മുടെ അവിടുത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ചെയ്യുന്ന പോലത്തെ മേക്കപ്പുകൾ അല്ലെ അവർ ചെയ്യുന്ന പോലത്തെ ബേസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ സോഷ്യൽ മീഡിയ വഴി കുറച്ചുകൂടെ അവരിലേക്ക് അടുക്കാനും, കാരണം ഞാൻ ജസ്റ്റ് പഠിക്കാൻ വേണ്ടിയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണ് ഇവരുടെ മേക്കപ്പ് കാര്യങ്ങൾ. കാരണം ഞാൻ അതുപോലത്തെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഞാൻ കുറച്ച് ഇവിടെ ഒരു ഫോട്ടോഗ്രാഫറുമായിട്ട് കൊളാബ് ചെയ്ത് കുറച്ച് വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളിക്കും ഇത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അങ്ങനത്തെ ഷൂട്ടുകളെല്ലാം ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാൻ ജാക്സൺ ടോമി എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫറായിരുന്നു. അപ്പോൾ പുള്ളിയുടെ ഞാൻ കൊളാബ് ചെയ്ത് കുറേ ഷൂട്ടുകൾ ചെയ്തത്. പുള്ളി ഇന്റർനാഷണൽ ലെവലിലുള്ള കുറേ പിന്നെ ആൾക്കാരെ ഫോളോ ചെയ്ത് അവരുടെ ഇത് വന്നു. എനിക്കും ആ ഒരു ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കൊളാബ് ചെയ്ത് കുറേ വർക്കുകൾ ചെയ്തു. അപ്പം ഞാൻ ആ സമയത്ത് ഞാൻ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഉള്ള ഫോട്ടോഗ്രാഫേഴ്സിനെയും, അത് UK മാത്രമല്ല ലോകത്തിലുള്ള പല ഫോട്ടോഗ്രാഫർമാരെയും പല മേക്കപ്പ് ആർട്ടിസ്റ്റുകളെയും കണക്ട് ചെയ്ത് അവരോട് സംസാരിക്കാൻ, അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെയാണ് പിന്നെ ആ വഴി സെർച്ച് ചെയ്തപ്പം ഇവരെല്ലാം ആദ്യമൊന്നും ഇവർ നമ്മുടെ വർക്കുകളൊന്നും കണ്ടിട്ടേ ഒന്നുമില്ല, അങ്ങനെ ശ്രദ്ധിക്കത്തൊന്നുമില്ല. പിന്നെ അവരുടെ വർക്കുകൾ സ്ഥിരം നമ്മൾ കയറി വർക്കുകളെല്ലാം അപ്രീഷിയേറ്റ് ചെയ്യാനൊക്കെ തുടങ്ങിയപ്പോൾ തന്നെ അവർ നമ്മുടെ വർക്കുകൾ പതിയെ ശ്രദ്ധിക്കാൻ തുടങ്ങി. നമ്മൾ ഡെയിലി സ്റ്റോറികൾ ഇടുമല്ലേ, അവരെന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും ഒരു ഫോട്ടോസ് കാര്യങ്ങളായിരിക്കും എന്നിട്ട് അവർ നമ്മളെ ഡെയിലി കണ്ടുകൊണ്ടിരുന്ന അങ്ങനെ കുറച്ച് പരിചയങ്ങളായി. അങ്ങനെയാണ് ശരിക്കുമുള്ള എനിക്കൊരു ഒരു വേരെന്ന് പറയുന്ന ഒരു സംഭവമില്ലേ, നമുക്ക് ഒരു അടിത്തറ, അവിടെയാണ് ശരിക്കും എനിക്കൊരു ബേസ് സംഭവം വന്നത്. പിന്നെ അതിനുശേഷം പിന്നെ വൈഫ് എക്സാം എഴുതി പാസ്സായിട്ട് പിന്നെ UK പോയി കഴിയുമ്പോൾ അതിനുശേഷം ഞാൻ ഒന്നുകൂടെ സ്ട്രോങ് ആക്കി. അവിടെയുള്ള കുറച്ച് ആൾക്കാരുമായിട്ട് സൗഹൃദത്തിലായി. പക്ഷെ ഞാൻ ഒരിക്കൽ പോലും ഞാൻ ഇവരോടൊന്നും ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങോട്ട് വരുമെന്നോ അല്ല ഞാൻ ഇങ്ങോട്ട് വരുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഓൾറെഡി ഇവരെ പരിചയപ്പെട്ടെന്നല്ലാതെ ഇവർ നമ്മളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുമെന്നോ ഒന്നും അറിയത്തില്ല. ഞാൻ ഓൾറെഡി കുറച്ച് ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട്, അഥവാ നമുക്ക് അങ്ങോട്ടൊരു എൻട്രി കിട്ടുവാണെങ്കിൽ എന്തായിരിക്കും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാം, നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി, നിങ്ങൾക്ക് സ്കില്ലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും, അത് മാത്രമേ അവർ പറയുന്നുള്ളൂ. പക്ഷെ ഞാൻ UK ചെന്ന് ഞാൻ UK എത്തി എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാറ്റസ് ഇട്ടപ്പോൾ തന്നെ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റുകളെല്ലാം ഭയങ്കര വെൽക്കമാണ് എനിക്ക് തന്നത്. എന്ന് വെച്ചാൽ അവര് അതായത് നമ്മളൊരു നാട്ടിലോട്ട് ചെന്നു എന്ന് പറഞ്ഞിട്ട് ഇട്ടപ്പോൾ തന്നെ ഇവരെല്ലാം, അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു. എന്തോ ഇവരെന്നെ ഇത്രയും വെൽക്കം ചെയ്യുന്നതെന്നാ. ഞാൻ ചെന്നതിന് 8ാമത്തെ ദിവസം എനിക്ക് ഫസ്റ്റ് കോൾ വരുന്നത്, ഞാൻ നാട്ടിൽ നിന്നപ്പോൾ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകളാണല്ലോ ചെയ്യുന്നത്. എനിക്ക് ഫസ്റ്റ് നാട്ടിൽ നിന്നപ്പോൾ എനിക്ക് ആദ്യത്തെ ന്യൂയോർക്ക് ഫാഷൻ വീക്കിനേക്കുള്ള ഒരു കോള് വന്നു. അപ്പോൾ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് വിളിച്ച് പറഞ്ഞു നിങ്ങൾ ചെയ്യാൻ വരണമെന്ന് പറഞ്ഞു. അത് ജൂണിലായിരുന്നു, 1 വർഷം മുമ്പ്. ജൂണിൽ ഇങ്ങനെ ഷൂട്ടുണ്ട്, അതൊരു ബ്രൈഡൽ ബേസ് ചെയ്തിട്ടൊരു സംഭവം, ന്യൂയോർക്ക് ഫാഷൻ വീക്ക്. അപ്പം അവർ വിചാരിച്ചു ഞാൻ UK അപ്പം ഞാൻ അങ്ങനത്തെ കുറേ വർക്കുകളൊക്കെ ആയിരുന്നു അന്നേരം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം കൂടുതലും എൻ്റെ ഇതിനകത്തെല്ലാം കമന്റ് ഇടുന്നതെല്ലാം അവിടുത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളായിരുന്നു. അപ്പോൾ അവർ വിചാരിച്ചു ഞാൻ അവിടെ നിന്നായിരിക്കും ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് എനിക്ക് അങ്ങനെ കോള് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ ഇതൊരു തുടക്കമായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ UK ഞാൻ നാട്ടിലാണ് ഉള്ളത്, ഞാൻ ഇന്ത്യയിലാണ് ഉള്ളത്. പക്ഷെ അങ്ങോട്ട് എനിക്ക് പ്രോസസ്സിങ് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് അവർ വിട്ടു. പക്ഷെ അവരുടെ കണക്ഷൻ ഇപ്പോഴും ഉണ്ട്. പക്ഷേ അതിനുശേഷമാണ് ഞാൻ UK എൻട്രി ആവുന്നത്. പക്ഷെ ഞാൻ ചെന്നതിൻ്റെ 8ാമത്തെ ദിവസം എനിക്ക് ഫസ്റ്റ് കോൾ വന്നു, ലണ്ടൻ ഫാഷൻ വീക്കിലേക്ക് നിങ്ങൾക്ക് ഷോ ചെയ്യാമെന്ന്. ആ സമയത്ത് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ചെന്ന സമയം ആയതുകൊണ്ട് എനിക്ക് BRP കാർഡൊന്നും, അവിടുത്തെ ഒരു കാർഡുണ്ട് നമ്മൾ ഈ ഗൾഫിലൊക്കെ അക്കാമ എന്നൊക്കെ പറയുന്ന പോലെ BRP കാർഡുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ആവാഞ്ഞുകൊണ്ട് എനിക്ക് പോയി ചെയ്യാനുള്ള എന്ന് വെച്ചാൽ നമ്മളെ ഇതില്ലല്ലോ, നമ്മുടെ കയ്യിൽ ഒന്നും തെളിവുകളില്ലല്ലോ, നമ്മളവിടെ ചെന്ന് രേഖകളൊന്നും ഇല്ലെന്നുള്ളൊരു സംഭവത്തോട് ഞാൻ പറഞ്ഞു അത് വിട്ടിട്ട്. പക്ഷെ ഞാൻ ചെന്നതിന് 12ാമത്തെ ദിവസം, അതായത് ഞാൻ UK എൻട്രി ആയി 12ാമത്തെ ദിവസം എനിക്ക് പിന്നെയും ചാൻസ് വന്നിട്ട് ഞാൻ പോയിട്ട് ലണ്ടൻ ഫാഷൻ വീക്ക് ചെയ്തു.
അതൊരിക്കലും ഞാൻ അവിടെ ചെന്നിട്ടാണ് ഇതൊക്കെ ട്രൈ ചെയ്തെങ്കിൽ ഒരിക്കലും എനിക്ക് കിട്ടത്തില്ല. ഇവിടുന്ന് ഞാനൊരു 5 വർഷമായിട്ട് ഞാൻ ഇവരുടെ പുറകെയാണ്. അപ്പൊ അതൊരു ഡ്രീം ആയിരുന്നു അല്ലേ? ഡ്രീം എന്ന് എനിക്ക് അങ്ങനെ പറയുന്നത് വെച്ചാൽ ഞാൻ ഡ്രീമിന്റെ പുറകെ അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് അങ്ങനെ പറയുന്നില്ല. പക്ഷെ ഞാനിത് എനിക്ക് കിട്ടിയതിന് ശേഷമാണ് ഇതൊരു ഡ്രീം ആണല്ലോ എന്ന് ഞാൻ മനസ്സിലാവുന്നത്. അല്ലാതെ എനിക്കറിയാം ഇത് കിട്ടും അത് കിട്ടും എന്ന് പറഞ്ഞാൽ അതൊരു ഡ്രീമായിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലോ നമ്മൾ ഡ്രീമായിട്ട് കാണുന്നത്. ചില നമ്മൾ വലിയ ഡ്രീമുകൾ കാണുമ്പോൾ നമ്മൾ അവിടെ കൊണ്ട് നിർത്തും. ഒരുപാട് കാണണ്ട, വെറുതെ നടന്നില്ലെങ്കിൽ നമുക്ക് അതൊരു വിഷമമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ ഒരു ഡ്രീമായിട്ട് കാണത്തില്ല. പക്ഷേ ഇഷ്ടമായിരുന്നു. ഏതാ നമ്മളിപ്പം മേക്കപ്പ് ആണെങ്കിലും എന്തെങ്കിലും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓരോ വർഷവും നമ്മൾ ഇപ്പം ചെയ്യുന്നതിനെക്കാട്ടി മുകളിൽ ചെയ്യണമെന്ന് എൻ്റെ ആഗ്രഹമുള്ളൂ. അപ്പം ഞാൻ എല്ലാം എൻ്റെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ 1 ഇയർ മുമ്പേ എല്ലാ കാര്യങ്ങളും കുറേ വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോ അവിടെ പോകുമ്പോഴാണെങ്കിലും നമ്മുടെ ഇവിടുത്തെ രീതിയും അവിടുത്തെയും വ്യത്യാസമല്ലേ? ഇപ്പൊ മേക്കപ്പ് ആണെങ്കിലും ആൾക്കാരുടെ സ്കിൻ ടോൺ ലൈറ്റ് എല്ലാം വ്യത്യാസമല്ലേ? അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു കാര്യത്തിൽ വരുമ്പോൾ അതിൻ്റെതായ എന്തെങ്കിലും പകപ്പോ അല്ലെങ്കിൽ അത് എങ്ങനെ അത് എത്തിക്കാൻ പറ്റുള്ള ഒരു ഹെൽപ്പ് അങ്ങനെ അതിന് ഏറ്റവും വലിയൊരു എനിക്കുള്ള ഏറ്റവും വലിയൊരു എന്താ പ്രയോജനം ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ സിനിമയിൽ വർക്ക് ചെയ്തതാണ്. കാരണം ഞാനിപ്പോൾ പറയുവാണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മേക്കപ്പ് പഠിച്ച തന്നെ വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ മുഖത്താണ്. മനസ്സിലായോ? ആ ഒരു എനിക്ക് പേടിയില്ലാത്തത് ആ ഒരു കാര്യം കൊണ്ട്. ഇപ്പം സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഓരോ മേക്കപ്പ് അസിസ്റ്റൻസിനാണെങ്കിലും അവർക്ക് വേറെ എവിടെ പോയാലും ഏത് ഒരാളെ മേക്കപ്പ് ചെയ്യാനാണെങ്കിലും അവർക്ക് പേടിയില്ലാതെ ചെയ്യുന്നതിന് കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഫുൾ ടൈം നിൽക്കുന്ന ആർട്ടിസ്റ്റുകളുടെ കൂടെ. നമ്മളവിടെ ഓരോ സെക്കൻഡും എപ്പോൾ തെറി കേൾക്കുമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. കണ്ണാടി പിടിച്ച് നമ്മളിപ്പോൾ കണ്ണാടി പിടിക്കുന്ന കറക്റ്റ് അല്ലേ പോലും തെറി കിട്ടും. ക്യാമറാവിൻ്റെ മുമ്പിൽ ഷോട്ടിനിടയ്ക്ക് കയറിയാലും തെറി കിട്ടും. എങ്ങനെയായാലും നമ്മളെ ഓടിച്ചിട്ട് ചീത്ത വിളിക്കാനുള്ള സ്കോപ്പുകളെല്ലാം ഉണ്ട്. പക്ഷെ അതുപോലും നമ്മൾ കേൾക്കാതെ ഒരു സൈഡ് വഴി അല്ലെങ്കിൽ മേക്കപ്പാൻ്റെ വായിന്ന് കേൾക്കും എപ്പോഴും നമ്മൾ ഇതിന് അർഹനാണ് എന്ന് പറയാം. പക്ഷെ അതുപോലെ നമ്മൾ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ട് അതാണ് ശരിക്കും എനിക്ക് അവിടെ പോയപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു പ്രയോജനം കിട്ടിയത്. പിന്നെ നമുക്ക് സ്കിൻ ടോൺ കൂടുതലും നമ്മൾ സിനിമ ചെയ്യുമ്പോൾ എല്ലാവരും സ്കിൻ ടോൺ മേക്കപ്പ് മാത്രമേ ചെയ്യാറുള്ളൂ. കാരണം ഓരോ കാലഘട്ടം കഴിഞ്ഞും ആദ്യം കുറച്ചുകൂടെ ഹെവി ആയിട്ട് മേക്കപ്പ് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. പിന്നെ ഡാൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോഴായിരുന്നു കുറച്ചുകൂടെ എന്താ ഐ മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും. ബാക്കിയൊന്നും അങ്ങനെ ഐ മേക്കപ്പ് കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പോലും കിട്ടത്തില്ല. വളരെ സ്കിൻ ടോണറിലുള്ള മേക്കപ്പ് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഫസ്റ്റ് ടൈം. പക്ഷേ ക്യാമറയുടെ ഒരു പുതിയ പുതിയ ക്യാമറകൾ വന്നപ്പം പുതിയ പുതിയ ടെക്നിക്കുകൾ വന്നപ്പോൾ തന്നെ ആ മേക്കപ്പിൻ്റെ സെറ്റിൽ വളരെ കുറഞ്ഞു. നമ്മൾ സാധാരണ ചെയ്യുന്ന മേക്കപ്പിനെക്കാട്ടി ഒരുപാട് കുറഞ്ഞു. ചില പടത്തിലൊന്നും പോയി കഴിഞ്ഞാൽ മേക്കപ്പ് പോലും ചെയ്യണ്ട, ക്യാമറ വഴക്ക് പറയും. ചെറിയൊരു മേക്കപ്പ് കാര്യം ഫേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്നേരം പറയും, അത് തുടയ്ക്കാൻ പറയും. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ഗ്രേഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പടങ്ങളാണല്ലോ എല്ലാം. അപ്പം അതുകൊണ്ട് ടോട്ടലി മേക്കപ്പ് എന്ന് പറഞ്ഞ ഒരു സംഭവം അങ്ങനെ ചെയ്യുന്നില്ല. പിന്നെ സ്പെഷ്യൽ എഫക്റ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ ആൾക്കാർക്ക് ഒരു ചേഞ്ച് കാര്യങ്ങളൊക്കെ വരുത്താൻ വേണ്ടിയായിരിക്കും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത്. അവിടെയാണ് റോണക്സ് എന്ന് പറയുന്നൊരു മേക്കപ്പ് ഭയങ്കര വ്യത്യസ്തനായത്. കാരണം ഓരോ ആർട്ടിസ്റ്റുകളെയും പുള്ളിയുടേതായിട്ടുള്ള രീതിയിലാണ് കൂടുതലും കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പം ചേച്ചിക്ക് തന്നെ അറിയാം. കാരണം റോണയുടെ കൂടെ ഞാൻ വർക്ക് ചെയ്യുമ്പം അവരൊരിക്കലും എന്നെ അസിസ്റ്റൻ്റായിട്ടല്ല, നമ്മൾ അവരുടെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മളൊരു സത്യം പറഞ്ഞ ഒരു ഫാമിലി പോലെ ശരിക്കും ആ സമയത്ത് പോയെന്ന് പറഞ്ഞാൽ നമ്മൾ ചിരിക്കാത്ത സമയമില്ല. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഉണ്ടെങ്കിൽ ചിരിച്ച് മരിക്കുക. അത് ഫുൾ ടൈം അത് തന്നെയായിരുന്നു, എന്തെങ്കിലും പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു സമയം നിങ്ങൾ വന്നില്ലേ പോലും നമ്മളിങ്ങനെ തിരക്കൊണ്ടിരിക്കുക, എന്താ വരാഞ്ഞത്. കാരണം നിങ്ങളാണ് ശരിക്കും നമ്മുടെ ആ ഒരു എൻ്റർടൈൻമെൻറ്റും നമ്മുടെ ഫുൾ ടൈമും. കാരണം നമ്മളൊരു എന്ന് വെച്ചാൽ 24 ദിവസവും അല്ലെങ്കിൽ 25 മാസത്തിൽ 25 ദിവസം നമ്മൾ അവിടെ തന്നെയാണ്. അതെ, ഞാനിപ്പോൾ എൻ്റെ കൂടെയുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റോടൊന്ന് ജിജോ വരുന്നു പറഞ്ഞപ്പോൾ ഞാൻ പറയായിരുന്നു ഏട്ടനാണ് അതിൽ അഭിനയിക്കണത്. പക്ഷെ പിള്ളേർ ഒരു ദിവസം ഞാൻ കാറിന്ന് ഇറങ്ങി കണ്ടില്ലെങ്കിൽ അപ്പൊ കോള് വരും, എന്താ വരാത്ത എങ്ങോട്ട് വാ. എത്രയോ പ്രാവശ്യം നമ്മുടെ ദിനേശ് കാർ എടുത്ത് വന്ന ദിവസങ്ങളൊക്കെ ഉണ്ട്. അല്ല, ചിലപ്പോൾ ഒരു പക്ഷെ അങ്ങനെ വർക്ക് ചെയ്ത് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം ഇങ്ങനെ വേറൊരു. കാരണം നമ്മുടെ കൾച്ചറല്ല, നമ്മൾ ഇടപെടുന്ന ആൾക്കാരല്ല. ഞാൻ എപ്പോഴും അത് എപ്പോൾ കണ്ടാലും ചോദിക്കണം എന്ന് ആഗ്രഹിച്ചൊരു കാര്യമാണ്. മോഡൽസ് അവരുടെ ആറ്റിറ്റ്യൂഡിനൊക്കെ ഡിഫറൻസ് എല്ലാം ഡിഫറൻസ് ഉണ്ട്. പിന്നെ അതുപോലെ ഞാനിപ്പം സ്കിൻ ടോണിന്റെ ഒരു ബേസാണ് ഞാനിപ്പം പറഞ്ഞത്. പക്ഷെ അതുപോലെ തന്നെയാണ് ഇവരുടെ സ്കിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആണ്. കാരണം അവിടുത്തെ വെതർ അങ്ങനെയാണ്. കാരണം ഭയങ്കര തണുപ്പുള്ള ഏരിയ ആയതുകൊണ്ട് സ്കിന്ന് ഭയങ്കര ഡ്രൈ ആണ്. ഫേസിലൊക്കെ ഡാർക്ക് ഡോട്ട്സുകൾ അതുപോലെ ബ്രൗൺ ഡോട്ട്സുകൾ എല്ലാം ഇങ്ങനെ ടോട്ടലി വിരിക്കും. അപ്പം ചില വർക്കുകളിലൊക്കെ നമ്മൾ അത് കവർ ചെയ്യും,
ചിലതിലൊക്കെ കവർ ചെയ്യണ്ട. ചിലപ്പം ഫോട്ടോഗ്രാഫർ നമുക്ക് അവരുടെ ഡിസൈൻ ചെയ്തേക്കുന്ന ഡയറക്ടർ നമുക്ക് നേരത്തെ തന്നെ ഒരു ഡിസൈൻ തരും, ഇങ്ങനെ ആയിരിക്കണം മേക്കപ്പ്, ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞ സംഭവം. മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതുപോലത്തെ സാധനമായിരിക്കും നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം ഇവരുടെ സ്കിന്ന് പ്രിപ്പറേഷൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ ആദ്യം നമ്മൾ സ്കിന്ന് ഒരു മേക്കപ്പ് ചെയ്യാനുള്ള ഒരു സംഭവത്തിലേക്ക് എത്തിക്കണം. അതിന് ശേഷമാണ്, അതിൻ്റെ പുറത്താണ് നമ്മൾ മേക്കപ്പ് ചെയ്യുക. അല്ലാതെ നേരിട്ട് നമ്മൾ മേക്കപ്പ് ആദ്യം ചെയ്യുവാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേനും ഫേസിൽ വല്ലാണ്ടിരിക്കും. കാരണം ഭയങ്കര ഡ്രൈ ആണ് സ്കിന്ന്. പിന്നെ ഇവർക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യം എന്ന് പറഞ്ഞാൽ, ഇവർ ഒരു പ്രാവശ്യം നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം മേക്കപ്പ് ചെയ്തു, അവർക്കത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മളെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ കൂടുതലും ഒരു മേക്കപ്പ് കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ അതിനകത്ത് നെഗറ്റീവ് കാര്യങ്ങളാണ് കൂടുതലും പറയുന്നത്. ഒരിക്കലും ഒരു അതിൻ്റെ പോസിറ്റീവ് കാര്യങ്ങൾ എത്ര നന്നായാണെങ്കിലും കുഴപ്പമില്ല എന്നുള്ള ഒരു കൺസെപ്റ്റ് മാത്രം. പക്ഷെ അവരങ്ങനല്ല. അവർ നമ്മളെ നല്ലപോലെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും, നമ്മളെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യും. അതുപോലെ നമുക്ക് വേറെ വേറെ പുതിയ ഓപ്പർച്യൂണിറ്റികൾ അവർ തരികയും ചെയ്യും. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. കാരണം ഒരു വർക്ക് കഴിഞ്ഞ് പോയി കഴിഞ്ഞാലും അവർ ആ കണക്ഷൻ കളയത്തില്ല. അവർ നമുക്ക് അടുത്ത വർക്ക് അവർക്ക് വരുമ്പം അവർ നമ്മളെ കണക്ട് ചെയ്യും. അല്ലെ അവർക്ക് പോകാൻ പറ്റാത്ത വർക്കാണെങ്കിൽ പോലും നമ്മളെ വിളിച്ചിട്ട് പറയും, ഇന്നടുത്ത് ഒരു വർക്കുണ്ട്, ഞാൻ നിങ്ങളുടെ പേരാ സജസ്റ്റ് ചെയ്ത്, നിങ്ങൾ അവിടെ പോകണം, അവരെ വിളിക്കണം, അവർക്ക് മെയിൽ അയക്കണം. അവിടെ കൂടുതലും മെയിൽ വഴിയാണ് നമ്മൾ കൂടുതലും കണക്ട് ചെയ്യുന്നത്. കാരണം അതാണ് അവർക്ക് തെളിവ്. കാരണം എന്ത് വർക്ക് ഉണ്ടെങ്കിലും നമ്മൾ മെയിൽ അയച്ച്, അതാണ് അവരുടെ എന്തോ ഒരു മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതെ, അതാണ് കൂടുതലായിട്ടിരിക്കുന്നത്. എന്നാലും ഈ ഫസ്റ്റ് ചെയ്ത് ഇപ്പം അതൊരു ശീലം പോലെയായി. ലണ്ടൻ ഫാഷൻ വീക്ക് ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണെന്നൊക്കെ ആയി. പക്ഷെ ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കറിയാത്ത ഒരു തരം ആൾക്കാർക്ക് അതുപോലത്തെ മേക്കപ്പ് ഇട്ട് ആ ഒരു ലൈറ്റിലേക്ക് അവർ ഇറങ്ങി വരികയാണ്. ഉറപ്പായിട്ട് എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. എന്നാലും ചിലപ്പോൾ ഇത്തിരി ഒരു കൺസേൺ, ടെൻഷൻ ഉണ്ടായിട്ടുണ്ടാവില്ല. എനിക്ക് എക്സൈറ്റ്മെന്റിനെക്കാട്ടി കൂടുതൽ എനിക്ക് കമ്മ്യൂണിക്കേഷൻ പ്രശ്നമായിരുന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. എന്നെ അവിടെ സഹായിച്ചത് എൻ്റെ മേക്കപ്പായിരുന്നു. എൻ്റെ എന്ന് വെച്ചാൽ എൻ്റെ ലാംഗ്വേജ് മേക്കപ്പായിരുന്നു. അതാണ് എനിക്ക് അവിടെ കിട്ടിയ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ ആൾക്കാരോട് സംസാരിക്കുന്ന മേക്കപ്പിലൂടെ ആയിരുന്നു. കാരണം നമ്മളെ ആദ്യം ചെന്ന് കഴിയുമ്പോൾ സംസാരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കറിയാം. പിന്നെ എനിക്ക് സംസാരിക്കാൻ തുടർന്ന് അവർ പറയുമ്പോൾ എന്തെങ്കിലും അവർ പറയുന്നത് മനസ്സിലാവത്തില്ല. കാരണം UK ഇംഗ്ലീഷ് കുറച്ചുകൂടെ സ്പീഡാണ്, നമ്മൾ സാധാരണ ഭയങ്കര സ്പീഡുമാണ്. പിന്നെ അവർ സംസാരിക്കുന്ന പലതും നമുക്ക് മനസ്സിലാവത്തില്ല. പക്ഷെ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇവര് എത്ര പ്രാവശ്യം വേണേലും അവർ പറഞ്ഞ കാര്യം റിപ്പീറ്റ് ചെയ്യാൻ അവർ റെഡിയാണ്. അതായത് നിനക്ക് എപ്പോഴാണോ മനസ്സിലാവുന്നത് അതുവരെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. അവരുടെ ഒരു കൺസെപ്റ്റ് അതാ. മനസ്സിലായോ? നമ്മളെന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ ആരെങ്കിലും ഒരു ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ വീണ്ടും ചോദിച്ചു കഴിഞ്ഞാൽ അവനത് പിന്നെ കളിയാക്കൽ രൂപത്തിലോട്ട് മാറും. പക്ഷെ അവരങ്ങനല്ല. അവർ നമുക്ക് എത്ര പ്രാവശ്യം വേണേലും അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും, അല്ലെ വേറൊരാൾ വഴി എക്സ്പ്ലെയിൻ ചെയ്ത് തരും, അല്ലെ കാണിച്ചു തരും നമുക്ക് അതാ കാര്യമെന്ന്. ഇപ്പോൾ ഇവിടെ സിനിമയിൽ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പക്ഷേ സിനിമയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാമായിരുന്നു. അല്ല, അത് വേണ്ട, അത് വിട്ടിട്ട് ജിജോയുടെ ഒരു ഇതിലേക്ക് പോകാൻ അതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് റീസൺ ഉണ്ടോ? പ്രത്യേകിച്ച് റീസൺ ഉണ്ട്. റീസണുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാണെങ്കിൽ അറിയാലോ, ഈ സിനിമയൊക്കെ ഫസ്റ്റ് തുടങ്ങിയ സമയത്ത് ചെറിയൊരു എമൗണ്ടേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു സിനിമയാണ് ചെയ്തത്, അതിനുശേഷം പിന്നെ ചെയ്തെല്ലാം സീരിയലുകളാണ്. അപ്പോൾ അതിനകത്തൊക്കെ എന്ന് വെച്ചാൽ ഒരു ദിവസം 100 രൂപയേ ഉള്ളൂ. അപ്പം 100 രൂപയുള്ള സമയത്ത് ഞാനിങ്ങനെ പിന്നെ രാത്രി കിടന്നൊക്കെ ഇങ്ങനെ കരഞ്ഞിട്ടുണ്ട്. കരഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര വിഷമമാണ്. ഇത് നമുക്ക് അറിയാലോ, ഒരു 20 ദിവസം വർക്ക് കഴിയുമ്പോൾ നമുക്ക് കൂടെ 2000 രൂപ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒന്നുമില്ലല്ലോ, അത് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കഴിയുമ്പോൾ ഒന്നുമില്ല. പിന്നെ അമ്മയുടെ നിന്ന് മേടിച്ചിട്ടാണ് പിന്നെ പോകുന്നത്, അല്ല തിരിച്ച് വരുന്നത്. തിരിച്ച് പിന്നെ ലൊക്കേഷനിലോട്ട് വരുന്നത്. പിന്നെ തിരിച്ചു പോകുമ്പോൾ അമ്മയുടെ നിന്ന് മേടിച്ച പൈസ കൊടുക്കണം. അപ്പോൾ ആ സമയത്ത് ഭയങ്കര നമ്മൾ എന്ന് വെച്ചാൽ ഞാൻ അതൊക്കെ വലിയൊരു കാര്യമായിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ ഒരു സമയത്ത് എൻ്റെ ഒരു ലൈഫിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനാണെങ്കിൽ എന്നെ വെച്ചിട്ട് ഒരുത്തനാണെങ്കിൽ ഒരു സിനിമ പ്ലാൻ ചെയ്തു. ഞാനാണെങ്കിൽ ഹീറോ ആയിട്ട് ഒരു സിനിമ പ്ലാൻ ചെയ്തു. അപ്പം ഞാൻ എന്ത് ചെയ്തു, അതിനുവേണ്ടി ഞാൻ സിനിമയിലുള്ള ആരുമായിട്ട് ഒരു കണക്ഷൻ ഇല്ലാതെ ഞാൻ ഒരു 5 മാസം ഗ്യാപ്പ് എടുത്തു. ഒരു മനുഷ്യന്മാരെ കോളിങ് ചെയ്യത്തില്ല, ഒന്നും ചെയ്യത്തില്ല. ഞാൻ എന്നിട്ട് ഫുൾ വർക്കൗട്ടൊക്കെ ചെയ്ത് ഫുള്ള് എന്ന് വെച്ചാൽ നമ്മുടെ എങ്ങനെ ബിൽഡപ്പ് ചെയ്യാമോ അതുപോലെ ഞാൻ ജിമ്മിലൊക്കെ പോയി വേറെ ഒരു ലുക്കിലാക്കി ഫുൾ ടോട്ടലി. പക്ഷെ പടം നടന്നില്ല. അപ്പം ആ ഒരു 5 മാസം എനിക്ക് ജീവിക്കാൻ വേറെ ഇതൊന്നും ഇല്ലാതായി. അതെ, വേറെ സാഹചര്യമൊന്നും ഇല്ലാതായി. അങ്ങനെയാണ് ഞാൻ ഈ ബ്രൈഡൽ മേക്കപ്പ് എന്ന് പറയുന്ന സംഭവം സ്റ്റാർട്ട് ചെയ്തത്. അതെ. അങ്ങനെ തുടങ്ങിയെന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ ജീവിക്കാൻ വേറെ എന്നുവെച്ചാൽ വരുമാനം ഇല്ലല്ലോ. കാരണം സിനിമ നടത്തിയപ്പോഴത്തേന് വേറെ വരുമാനങ്ങളൊന്നുമില്ല. അപ്പം ഒരു വർക്ക് കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത മാസം വേറെ വർക്ക് കിട്ടി. അപ്പോൾ അതിനകത്തുനിന്ന് കുറച്ച് ഫണ്ട് കിട്ടി. അപ്പം ഈ കിട്ടുന്ന എമൗണ്ട് കുറച്ച് വലുതായിരുന്നു.
മറ്റേ നമുക്ക് 150 രൂപ സിനിമ ഞാൻ പിന്നെ ആ സിനിമ വർക്ക് ചെയ്യുന്ന സമയത്ത് 250 രൂപയൊക്കെ ആയിരുന്നു, 250, 300 അങ്ങനെയൊക്കെ ആയിരുന്നു മേക്കപ്പ് അസിസ്റ്റൻസിന് കിട്ടുന്ന ഇതൊക്കെ. അപ്പം അത് കഴിഞ്ഞപ്പം ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ടിന്റെ വലുപ്പം കുറച്ച് കൂടുതലായിരുന്നു. അപ്പം ഞാൻ പഠിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അറിയാവുന്ന കാര്യം നമ്മൾ ചെയ്യുക. അത് എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ പൈസ എന്ന് പറയുന്ന സംഭവം നമ്മളിലേക്ക് വന്ന് ചേരും. മനസ്സിലായി. അപ്പം ഞാൻ പണ്ട് ഞാൻ വലിയ തള്ളോ അല്ലെങ്കിൽ അതൊരു ഇതായിട്ടൊന്നും പറയുമല്ലോ കേട്ടോ. ഞാനാണെങ്കിൽ ഒരു 100 രൂപയ്ക്ക് വേണ്ടി അന്ന് 100 രൂപ കിട്ടുന്ന സമയത്ത് രാത്രി കിടന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു ബ്രൈഡൽ ഒരു 2-3 വർക്കൊക്കെ ഞാൻ ചെയ്യുന്ന സമയത്ത് 1 ലാഖൊക്കെ എൻ്റെ ഈ രാവിലെ അതിന് മുകളിൽ, അതായത് രാവിലെ 8 മണി മുതൽ രാവിലെ 8 മണിയല്ല, ഒരു രാവിലെ വെളുപ്പിനെ 4 മണി മുതൽ ഒരു 8 മണി അല്ലെ 10 മണി വരെ വർക്ക് ചെയ്ത് കഴിഞ്ഞ് എൻ്റെ പോക്കറ്റിൽ വന്നിട്ടുണ്ട്. അത് ദൈവം നമുക്ക് കൊണ്ടുതരുന്നതാണ്. അതായത് നമ്മൾ ഈ പണിയൊന്നും വേണ്ടെന്ന് പറഞ്ഞ് നമ്മൾ നിന്നായിരുന്നെങ്കിൽ ഒരിക്കലും ഒന്നും കിട്ടത്തില്ല. മനസ്സിലായോ? ഈ പണിയോടൊരു ഇഷ്ടം വരാൻ എന്താ കാര്യം? അല്ല എന്ന് വെച്ചാൽ എനിക്ക് അതിനോട് ഇഷ്ടം വരാനുള്ള കാര്യം എന്ന് പറഞ്ഞാലേ, ഞാൻ ഇതിനകത്ത് വന്നു കഴിഞ്ഞപ്പം വരാണെങ്കിൽ ഒരു കാരണം വേണ്ടേ? വരാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ആർട്ടിലാണ് വർക്ക് ചെയ്തത്, പിന്നെ അതിനുശേഷം കോസ്റ്റ്യൂമിലാണ് വർക്ക് ചെയ്തത്. കോസ്റ്റ്യൂമിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് സ്ത്രീ എന്ന് പറയുന്ന സീരിയൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ റോണക്സ് എന്ന് പറയുന്ന ഒരാളെ ഞാൻ പരിചയപ്പെടുന്നത്. റോണക്സ് ആണ് എൻ്റെ മനസ്സിലേക്ക് ഈ മേക്കപ്പ് എന്ന് പറയുന്ന സാധനം കുത്തിവെച്ചത്. റോണ ഇങ്ങനെ ഓരോ ദിവസവും റോണയുടെ കഥകളും കാര്യങ്ങളും പറഞ്ഞ് സിനിമയിൽ പോയപ്പോൾ അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു. പിന്നെ ഫുള്ള് റോണയോട് കൂടിക്കഴിഞ്ഞാൽ അറിയാലോ, റോണ ചിരിക്കുക, നമ്മളെ ചിരിപ്പിക്കാത്തതും നമ്മളെ സമയമേ ഇല്ല. ഫുൾ ടൈമും ആള് എപ്പോഴും നമ്മളെ നെഗറ്റീവ് തോട്ടിലോട്ട് വിടത്തേ ഇല്ല. ഫുൾ ടൈമും പുള്ളി ഇങ്ങനെ പോസിറ്റീവ് വൈബ് കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ റോണയാണ് ശരിക്കും എന്നിലേക്ക് ആ മേക്കപ്പ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് വന്നു. അപ്പം ഞാൻ ഈ കോസ്റ്റ്യൂം വർക്ക് ചെയ്തുകൊണ്ട് സമയത്ത് ഞാൻ സിനിമയെല്ലാം നിർത്തി, ചേട്ടൻ വിളിച്ചു, ഇടവാ നമുക്ക് മുംബൈ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചേട്ടൻ്റെ കൂടെ പോയി. അവിടെ ഒരു കമ്പനി, അവൻ്റെ കമ്പനി തന്നെ അവിടെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. മറ്റേ കുറച്ച് പരിപാടികളൊക്കെ, അവൻ്റെ മറ്റേ മെഡിസിനൊക്കെ ഉണ്ടാക്കുന്ന മെഷീൻ ഉണ്ടാക്കുന്ന കമ്പനിയായിരുന്നു. അപ്പം അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ്. അപ്പം നമുക്കെന്ന് വെച്ചാൽ ഞാൻ ഫുൾ ടൈം, അതായത് നിങ്ങൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ട സമയത്ത് ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഈ ചേട്ടൻ്റെ ഒരു 10 രൂപ കോയിൻ ഉണ്ട്, അപ്പോൾ 10 രൂപ മേടിക്കും. എന്നിട്ട് അവിടെ പോയിട്ട് കോയിൻ മാറും, 10 കോയിൻ കിട്ടും അന്നേരം. അപ്പോൾ അത് എന്നിട്ട് നമ്മൾ ഈ മുംബൈയിലല്ലേ, അപ്പോൾ ഇവിടെ ഇതിനകത്തിടാം, കോയിൻ ബോക്സിനിടാം. അത് ഞാൻ വിളിക്കും. അപ്പോൾ റോണ ഇങ്ങനെ പറയും, എടാ നിന്നെ അവർ തിരക്കി ഇവർ തിരക്കി. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പോയി നിങ്ങളെല്ലാം തിരക്കി അങ്ങനെ ഇങ്ങനെയെന്ന് പറയുമ്പോൾ എനിക്കാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ഞാൻ 5ാമത്തെ മാസമൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ ചേട്ടനോട് ഞാൻ ഇപ്പം വീട്ടിൽ പോയിട്ട് വരാം. അപ്പോൾ ഈസ്റ്ററായി, ബാഗെല്ലാം പാക്ക് ചെയ്ത് അവിടുന്ന് രക്ഷപ്പെട്ട് നേരെ വന്നത്. അപ്പോൾ എന്നാ പറയാം, അതിനു മുമ്പേ റോണ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ എൻ്റെ കൂടെ ഉള്ളവൻ പോയി, നീ ഇപ്പം വന്നാൽ എൻ്റെ കൂടെ മേക്കപ്പിൽ നിൽക്കാം, എൻ്റെ കൂടെ ഇപ്പോൾ ആരുമില്ല, നീ വരുന്ന വാടാന്ന് പറഞ്ഞു. അതാ ശരിക്കും ദൈവത്തിൻ്റെ വിളി എന്ന് പറഞ്ഞ പോലെ റോണക്സ് ആണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, നീ എൻ്റെ കൂടെ വാന്ന് പറഞ്ഞിട്ട് റോണയാണ് എൻ്റെ കൂടെ വന്നത്. പിന്നെ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മേക്കപ്പിൻ്റെ ഒരു എന്താണ്, നമുക്കൊരു ശരിക്കും ഒരു ഒരു കൈത്താങ് പോലെ സംഭവം ചെയ്ത രതീഷ് അമ്പാടിയാണ്. രതീഷണ്ണാണ് ശരിക്കും സിനിമയിൽ വലിയ വലിയ പടങ്ങളൊക്കെ രതീഷണ്ണൻ ചെയ്യുന്ന സമയത്തെല്ലാം എന്നെ കൂട്ടി. അപ്പം കുറേ വർഷങ്ങളോളം ഞാൻ രതീഷണ്ണൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തത്. അപ്പം ആളാണ് ശരിക്കും നമ്മളെ ആ മേക്കപ്പിൽ. ഇപ്പോൾ റോണ ഇവരുടെ എല്ലാം കൂടെ വർക്ക് ചെയ്ത ആൾക്കാരാണ്. അപ്പം റോണയുടെ കൂട്ടുന്ന ആ ഒരു വൈബ് തന്നെയാണ് ഈ രതീഷ് അമ്പാടി, രഞ്ജിത്ത് അമ്പാടി, അവരുടെ ടീമുകളെല്ലാം, പിന്നെ പ്രദീപ് രംഗൻ, ഇവരെല്ലാം. ഇപ്പം ഇവരൊക്കെ എന്ന് വെച്ചാൽ നമ്മളെ ലൊക്കേഷനിലോട്ട് രതീഷനൊക്കെ വന്നു കഴിഞ്ഞാൽ പറയും, ആര് വന്നാലും പറയും, എടാ നീ അങ്ങ് ചെയ്യുന്നു പറയും. പക്ഷെ അതൊക്കെയാണ് നമുക്ക് ശരിക്കും ഒരു നല്ലൊരു സംഭവം കിട്ടിയത്. പണ്ടത്തെ മേക്കപ്പ്മാർ അങ്ങനൊന്നും ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല, എല്ലാവരും അവർ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അസിസ്റ്റന്റുമാരെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കത്തില്ല. പക്ഷെ ഇവരുടെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരാ നമ്മളുള്ളത് കൊണ്ട് ഈ ആർട്ടിസ്റ്റുകൾക്കാണെങ്കിലും പ്രശ്നമില്ല. അവരാണെങ്കിലും എടാ നീ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചോണ്ട് പോകും. അത് ഓരോ മേക്കപ്പ്മാനും ഈ ആർട്ടിസ്റ്റുകൾ കൊടുക്കുന്ന ഒരു വാല്യൂ ഉണ്ട്. ആർട്ടിസ്റ്റുകളല്ല, ടോട്ടൽ ഇൻഡസ്ട്രി തന്നെ കൊടുക്കുന്ന ഒരു വാല്യൂ ഉണ്ട്. അത് അവർ ഉണ്ടാക്കിയെടുക്കുന്ന വാല്യൂ. അല്ലാതെ ചില മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ ലൊക്കേഷൻ ചെന്നാൽ തന്നെ ആർക്കും ഒരു ബഹുമാനമില്ല, അവർ അസിസ്റ്റന്റിനെ അങ്ങനെ തന്നെയാണ് കാണുന്നത്. അത് അവർക്ക് വാല്യൂ ഇല്ലാത്തതിൻ്റെ അല്ല, അവരുടെ വാല്യൂ തന്നെ കളയുന്നതാണ്. അപ്പം ഞാൻ ചില ആൾക്കാരെയൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവരുണ്ടാക്കി എടുത്തിരിക്കുന്ന ഒരു വാല്യൂ ഉണ്ട്. ആർട്ടിസ്റ്റുകൾക്കാണെങ്കിലും നമ്മളാലും ചെയ്താൽ മതി, അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു കണക്ഷനാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ അറിയാം, ഇപ്പോഴും ആർട്ടിസ്റ്റുകൾ ആരാണെങ്കിലും നമ്മളെ കാണുമ്പോൾ ആ ഒരു സ്നേഹവും എല്ലാം ഉണ്ട്. എടാ അവർക്ക് ഭയങ്കര ഒരു പ്രൗഡ് പോലെ, ചില ആർട്ടിസ്റ്റുകളൊക്കെ നമ്മളെ കാണുമ്പോഴും അവർക്ക് ഭയങ്കര പ്രൗഡ് പോലെ ഓരോ കാര്യങ്ങൾ കാണുന്നത്.
നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പം പറയുന്നത്. ഇപ്പം ഞാനാണെ മനോജ് കെ ജെന്റെ മേക്കപ്പ് അസിസ്റ്റന്റായിട്ട് ഞാൻ കുറെ പടങ്ങൾ ചെയ്ത 2020 പഴശ്ശിരാജ പടങ്ങൾ, അതെല്ലാം മനോജേട്ടനോട് ചെയ്തത്. മനോജേട്ടൻ ഇപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കുന്നു. മനോജേട്ടന് ഭയങ്കര ആൾക്കാരോട് പറയുമ്പോഴും മനോജേട്ടൻ പറയടാ എനിക്ക് ഭയങ്കര പ്രൗഡാണ് നിന്നെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. ഞാൻ പിന്നെ ഉണ്ണി മോഹന്തനോടെയും കുറച്ചാളുണ്ടായിരുന്നു, കുറെ ആദ്യത്തെ ടൈമിൽ ആ മല്ലു സിംഗ് കഴിഞ്ഞിട്ട് കുറെ പടങ്ങളൊക്കെ. അപ്പോൾ അവരൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ആ ഒരു ഇതുണ്ട്. പിന്നെ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളെല്ലാം നമ്മളോട് ഇപ്പോഴും ഭയങ്കര കമ്പനിയാണ്. ആസിഫ് അലി എല്ലാവരും നമ്മളോട് ഭയങ്കര കാര്യമാണ്. അപ്പൊ ഇപ്പോൾ ശരിക്കും തോന്നുന്നുണ്ട് സിനിമയിൽ നിൽക്കാതെ ഈ ഒരു ഇപ്പൊ കണ്ടെത്തിയ ഒരു വഴിയിലേക്ക് പോയതാണ് ശരിയെന്ന് തോന്നുന്നുണ്ട്. കല്ല ഞാൻ സിനിമയിൽ നിൽക്കാമെന്നല്ല. ഇപ്പം നമ്മൾ സിനിമയിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്കൊരിക്കലും അവിടെ തന്നെ സ്റ്റക്കായി നിൽക്കുന്നേ ഉള്ളൂ. എല്ലാവരും നമ്മൾ കൂടി വന്ന ഒരു മേക്കപ്പ് മാൻ ഒരു ലെവലിലേക്ക്, പക്ഷെ അതിൻ്റെ മുകളിലോട്ടൊന്നും ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്ക് ഇവിടെ ഇല്ല. അത് ശരിക്കും എനിക്ക് ഇവിടെ നിന്നപ്പോൾ മനസ്സിലായില്ല. ഞാൻ അവിടെ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നമ്മൾ ഇവിടെ നിൽക്കുവാണെങ്കിൽ അവിടെ നിന്നുകൊണ്ടിരിക്കും. കാരണം ഒരു ഫണ്ട് കിട്ടുന്നതാണെങ്കിലും അത് കിട്ടിക്കൊണ്ടിരിക്കും. സിനിമ കാരണം പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആൾക്കാരുടെ സമയവും പോവും എല്ലാം മാറിക്കൊണ്ടിരിക്കും. പക്ഷെ അപ്പോഴും നമ്മളൊരു ബേസ് നമ്മൾ എവിടെയെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ആശാമാരോടാണെങ്കിലും ഞാൻ പിന്നെ എപ്പോഴെങ്കിലും കാണുമ്പോൾ ഞാൻ പറയും നിങ്ങളൊരു ഷോപ്പെങ്കിലും ഇടും. കാരണം നിങ്ങൾ ഇതിനകത്ത് തന്നെയല്ലേ നിൽക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ നിന്ന് ഞാൻ കൂടുതലും ഇപ്പം മോഡലിംഗ് ചെയ്യുന്നുണ്ട്, ഫോട്ടോഗ്രാഫി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൾക്കാരെന്നോട് ചോദിക്കും എന്ത് ചെയ്യുന്നു. ഞാൻ പറയും ഇതെല്ലാം ഇതിനകത്ത് ബന്ധപ്പെടുന്ന ഒരു കാര്യങ്ങളാണ്. ഇപ്പം ഞാനിപ്പോൾ ഒരു നല്ലൊരു മേക്കപ്പ് ചെയ്തു, എനിക്ക് അന്നേരം നല്ലൊരു ഒരു ഫോട്ടോ എടുക്കാൻ ചിലപ്പോൾ ഒരാളെ കിട്ടത്തില്ല. അഥവാ ഫോട്ടോ എടുത്താൽ തന്നെ ഫോട്ടോ നമുക്ക് കിട്ടാൻ ഒരുപാട് ലേറ്റ് ആവും. അപ്പം അതിനെക്കാട്ടും നല്ലത് നമ്മൾ ക്യാമറയും നമുക്ക് കുറച്ച് വർക്കുകളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോ എടുത്തുകൂടെ. അങ്ങനെ ഞാൻ ഫോട്ടോഗ്രാഫിയോടുള്ള ഒരു ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇതിനോടുള്ള ഇഷ്ടം കാരണം അതിലോട്ടും പോയി. പിന്നെ ഞാൻ ഇപ്പം കുറേ ഷോകൾ അവിടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഉള്ള കുറേ ഡിസൈനർമാരെല്ലാം ഭയങ്കര കമ്പനിയായി. അവരെല്ലാം അത്യാവശ്യം ഇന്റർനാഷണൽ ലെവലിലുള്ള ഡിസൈനർമാരാണ്. അവരെന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടാ നീ വോക്ക് നീ ചെയ്യ് എന്ന് പറഞ്ഞ. കാരണം അവർക്ക് നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു ഇത് ആവശ്യമാണ്. കാരണം അവരുടെ ബ്രാൻഡിനെ കുറച്ചുകൂടെ ഇതാക്കണമെങ്കിൽ ഇപ്പം എൻ്റെ ഒരു പേജിനകത്ത് അവരുടെ ഒരു ഡ്രസ്സോ കാര്യങ്ങളോ ഒക്കെ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ അത് കുറച്ച് ആൾക്കാരിലേക്ക് എത്തുമെന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ട് അവർക്കും അത് അവിടെ എല്ലാവരും ബിസിനസ്സാണ്. അപ്പോൾ അവർക്കും അവരുടെ ബ്രാൻഡിനോട് ഇഷ്ടമുണ്ട്. അതുപോലെ നമ്മളോട് ഒരു കാര്യമുണ്ട്. അപ്പം നീ അത് ഇട്ടിട്ട് നീ ചെയ്യുക. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അവർക്കും പ്രയോജനമാകും എന്നുള്ളൊരു തോന്നലുണ്ട്. ഞാൻ കുറേ ഷോകൾ ഇപ്പം മേക്കപ്പ് ചെയ്യാൻ പോകുന്നതിന് എല്ലാം അവർ പറയും നീ വാക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് നടത്തിക്കും. പിന്നെ അതൊരു രസമാണ് കേട്ടോ. ബാക്ക് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വേറൊരു വൈബാണ്. ശരിക്കും ഭയങ്കര രസമാണ്. എന്തൊക്കെയോ ആവാൻ വന്നു, എന്തൊക്കെയോ ആയി എന്ന് പറഞ്ഞ പോലെ ഏതൊക്കെ മേഖലകൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്ത. പക്ഷെ എന്ന് വെച്ചാൽ എല്ലാം ഈ കണക്റ്റഡ് ആണ്. ഒന്നും ഞാൻ വേറെ കാര്യങ്ങളായിട്ടല്ല, ഇതിനകത്ത് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എൻഗേജ്ഡ് ആകാൻ പറ്റും. കാരണം അവിടെ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്കെല്ലാം ഡിപ്രഷൻ മൂഡാണ്. കാരണം നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പുറത്തേക്ക് നോക്കി ഒന്നേ മഞ്ഞായിരിക്കും, അല്ലെ മഴ, അല്ല തണുപ്പ്. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തോന്നുന്നില്ല. പിന്നെ വീട്ടോട്ട് വിളിക്കുമ്പോഴത്തേന് ഇവിടെ രാത്രിയാവും. മനസ്സിലായി. അപ്പം നമുക്ക് ടോട്ടലി അങ്ങ് ഒരു മന്നിപ്പാണ് ടോട്ടലി. അപ്പം നമ്മൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഇങ്ങനെ എൻഗേജ്ഡ് ആയാൽ മാത്രമേ അവിടെ രക്ഷയുള്ളൂ. അവിടെ ഞാൻ എപ്പോഴും എല്ലാവരും ഇവിടെ നാട്ടിൽ നിന്ന് കയറി വരുന്ന എല്ലാവരോടും പറയും നിങ്ങൾ വേറൊരു കൈത്തൊഴിലെങ്കിലും പഠിച്ചിട്ട് കയറി വാ. അല്ലാതെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി വന്നിട്ടൊന്നും കാര്യമില്ല. ഇവിടെ ചുമ്മാ ഒരു പഠിക്കാൻ വേണ്ടി വന്നിട്ട് അവിടെ ഇപ്പോഴും ഒരുപാട് പെൺപിള്ളേരാണെങ്കിലും ആൺപിള്ളേരാണെങ്കിലും റെസ്റ്റോറൻറ്റിലൊക്കെയാണ് ഈ ജോലി ചെയ്യുന്നത്. കാരണം വേറൊരു കൈത്തൊഴിലിലൂടെ അവർ ഇവിടുന്ന് പഠിച്ചിട്ട് വരുവാണ്. നിങ്ങളിപ്പം പഠിച്ച് പാസ്സായി എക്സാം എഴുതിയിട്ട് നിൽക്കുവാണെങ്കിൽ ഈ 6 മാസം കൊണ്ട് എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം. അത് ഞാൻ ചില പെൺപിള്ളേരോടാണ് ആൺപിള്ളേരോട് നിങ്ങൾ ത്രെഡിങ് ആണെങ്കിലും പഠിച്ചിട്ട് വരാൻ പറയും. അതിനവിടെ ഏറ്റവും കൂടുതൽ പൈസ. ത്രെഡിങ് ചെയ്യുന്നതിനാണ് ഭയങ്കര പൈസ, ഹെയർ കട്ട് ചെയ്യുന്നതിനൊക്കെ ഭയങ്കര പൈസയാണ്. അപ്പോൾ ആൾക്കാർ അതുകൊണ്ട് പൊതുവെ പാർലർ എന്ന് പറഞ്ഞാൽ പോകാറേ ഇല്ല. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ പാർലറിലോട്ടൊക്കെ പോകാറുള്ളൂ. അപ്പോൾ ഞാൻ പറയാം എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ പഠിച്ചിട്ടാണ് നമ്മൾ വേറെ രാജ്യത്തോട് പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യണം. അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖല എനിക്ക് മേക്കപ്പാണ് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം. മറ്റേതൊക്കെ ഞാൻ എൻ്റെ അതായത് ആ ഒരു മേക്കപ്പിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ ഞാൻ കുറച്ചുകൂടി ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. പക്ഷെ അതെല്ലാം ഞാൻ ഇഷ്ടത്തോടു കൂടെയാണ് ചെയ്യുന്നത്, എല്ലാം പാഷനായിട്ടാണ് ചെയ്യുന്നത്, എല്ലാം കുറച്ചുകൂടെ വലിയ ആൾക്കാർ ചെയ്യുന്ന ആ ഒരു കൺസെപ്റ്റിൽ തന്നെ ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ഞാൻ അവരെയല്ലേ കണ്ട് നിൽക്കുന്നത്. പിന്നെ അവരെനിക്ക് ഒരുപാട് ഉപദേശം, ഇപ്പോൾ ഫോട്ടോഗ്രാഫർമാരാണെങ്കിലും ഭയങ്കരമായിട്ട് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓരോ കാര്യങ്ങളൊക്കെ അത് ചെയ്യണോ ഇത് ചെയ്യണോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരും നമ്മളെ അവരുടേതായിട്ടുള്ള രീതിയിൽ നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ഇത്രയും മേക്കപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കുറേ അതിനെക്കുറിച്ച് അപ്ഡേറ്റഡ് ആവും, കുറേ കാര്യങ്ങൾ അറിയുകയൊക്കെ ചെയ്യുക. പിന്നെ 2 തരം സ്ഥലങ്ങളിൽ പലതരം ആളുകൾ ചെയ്യുന്നതിൻ്റെ സ്കിൻ ടോണൊക്കെ ഞാൻ പറയണം.
സ്കിൻ ടോണും ടെക്സ്ചറും. അപ്പോൾ ഇനി വരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ലൈവായിട്ട് നിൽക്കുന്നവർക്ക് അവരോട് എന്തായിരിക്കും ജിജോ പറയാം? ഞാൻ ചോദിക്കാൻ കാര്യമൊന്നുമല്ല, ഇന്നിപ്പോൾ നമുക്കൊരു ചെറിയ ഇഷ്ടമുണ്ടെങ്കിൽ ഒരു ചെറിയ കുട്ടിക്ക് വരെ റീൽസ് കണ്ടിട്ടും അങ്ങനെ ഇങ്ങനെയും ചിലപ്പോൾ അതിൻ്റെ കറക്റ്റ് സയൻറ്റിഫിക് രീതിയിലായിരിക്കില്ല, പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് എല്ലാ തൊഴിൽ മേഖലയും. അപ്പോൾ പക്ഷേ നിങ്ങളൊക്കെ അതിൽ വളരെ നല്ല രീതിയിൽ അത് ലൈവായിട്ട് ചെയ്തും പഠിച്ചു നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ എന്തായിരിക്കും പറയുക? അല്ല, ഞാൻ എപ്പോഴും ആൾക്കാരോട് പറയുന്നൊരു കാര്യം, നിങ്ങൾ ഒരിക്കലും ലോക്കൽ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യരുത്. നമ്മളിപ്പോൾ ലോക്കൽ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ നമ്മൾ അതിന് 4 പ്രാവശ്യം മുടക്കുന്ന പൈസ മതി നമ്മളൊരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ചെയ്യാൻ വേണ്ടി. ഈ ലോക്കൽ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഫിനിഷിങ്ങേ കിട്ടത്തുള്ളൂ. പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു ലോക്കൽ പ്രോഡക്റ്റ് ഇട്ട് ഒരാളെ നമ്മൾ മേക്കപ്പ് ചെയ്യാൻ പോകുമ്പോൾ അവർ നമുക്ക് ഈ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്കും ആ ഒരു വാല്യൂവേ കൊടുക്കത്തുള്ളൂ. മനസ്സിലായോ? അപ്പം നല്ല പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പം എല്ലാവരും ഇപ്പം എല്ലാവർക്കും ഈ പ്രോഡക്റ്റിനെ പറ്റി അറിയാം, അല്ലെങ്കിൽ ചില പേരൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ഒന്നും അറിയില്ല. പക്ഷെ എന്നാലും ഇവർ ഈ പേര് കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ചില ആൾക്കാർ ആ പ്രോഡക്റ്റ് ഇട്ടാണ് മേക്കപ്പ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാറുമുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവരുടെ മേക്കപ്പ് ഒന്നും നല്ലതാണെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ നല്ല നല്ല പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുമ്പം നമുക്ക് അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റുകൾ എല്ലാ കാര്യത്തിലും വരും. ഇപ്പം അതായത് കുറച്ച് പൈസ തന്നു കഴിഞ്ഞാൽ കുറച്ച് ലോക്കലായിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യും. കൂടുതൽ പൈസ തന്നു കഴിഞ്ഞാൽ വലിയ പ്രോഡക്റ്റ്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഞാനിപ്പോഴും അങ്ങനെ ചെയ്യത്തില്ല. ഞാനിപ്പോൾ 1 രൂപ കിട്ടിയില്ലെങ്കിൽ 1 ലക്ഷം രൂപ കിട്ടിയാലും ഞാൻ ഒരേ പ്രോഡക്റ്റ് തന്നെ ഇട്ടാണ് മേക്കപ്പ് ചെയ്യുന്നത്. കാരണം ഇത് ഇറങ്ങുന്നവൻ അറിയത്തില്ല. ഇവൻ ഈ പൈസ മേടിക്കാതാണോ ചെയ്തത്, അല്ലെങ്കിൽ ഇത് 1 ലക്ഷം മേടിച്ചിട്ടാണോ ചെയ്തത്, അവനറിയത്തില്ല. അവൻ ആ വർക്ക് കണ്ടിട്ട് അതിനെയാണ് വാല്യൂ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പല അഭിപ്രായമല്ലേ, നല്ലതാണേ പറയാം. അവനറിയത്തില്ല ഇത് എത്ര പ്ലേറ്റിനാണ്, ഇത് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്, അന്നദാനമാണോ, എത്ര പ്ലേറ്റിൻ്റെ കിടന്നതോ അവനറിയേണ്ട കാര്യമില്ല. അവനെ ഉള്ളതുപോലെ ചിലപ്പോൾ നല്ലതാണേലും മോശമെന്ന് പറയും, അല്ലെന്ന് പറയും. അത് ആൾക്കാരുടെ അഭിപ്രായം പലതും പറയും. പക്ഷെ നമ്മുടെ വർക്ക് അത് എപ്പോഴും പൈസ മേടിക്കുന്നതിലല്ല കാര്യം. അത് നമ്മുടെ വർക്ക് എപ്പോഴും നമ്മുടെ ഒരു സിഗ്നേച്ചർ എന്ന് പറയുന്ന സാധനം നമ്മൾ എപ്പോഴും കൊടുക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ എൻ്റെ സിസ്റ്റർ എൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്നത്. അവൾ നേഴ്സായിരുന്നു. അവൾ 5 വർഷമായിട്ട് ഇപ്പോൾ എൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ പുള്ളിക്കാരി എൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും ഞാൻ അവളോട് പറയുന്നൊരു കാര്യമാണ്. കാരണം നീ എപ്പോഴും നല്ല പ്രോഡക്റ്റ് ഇട്ട് നല്ല രീതിയിൽ തന്നെ ആൾക്കാർക്ക് ചെയ്തു കൊടുക്കുക. അവൻ നേഴ്സായിരുന്നു. പക്ഷെ അവൾ കുറേ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളിക്കാരിക്ക് ഇത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി സംഭവം. ഇപ്പം അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയെങ്കിലും ഞാനെന്താ പറഞ്ഞത്, എനിക്കിപ്പോൾ ഒരു ഷോപ്പുണ്ട് റാന്നിൽ ജോ ബ്രൈഡൽ ഫാമിലി സലൂൺ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. പക്ഷെ അത് നോക്കണമെങ്കിലും ആരെങ്കിലും വേണ്ടേ. അതുകൊണ്ട് ശരിക്കും അവളെ ആ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവളെ ഇതെല്ലാം ഏൽപ്പിച്ചിട്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. അതൊരു വലിയ, അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മളിത് ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് പോസിറ്റീവായിട്ട് വരും. അല്ലാതെ നമ്മളൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്കെല്ലാം മനസ്സിലുണ്ട്, ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതെല്ലാം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് തോട്ടുകളൊക്കെ ഒരുപാട് വരും. പക്ഷെ അതൊന്നും നമ്മൾ നോക്കണ്ട. അതിലൊരു പോസിറ്റീവ് കാര്യം നമ്മൾ ചിന്തിച്ചിട്ട് പോകണം. ഇപ്പം റാന്നിയിൽ കൊറോണ സ്ഥിരീകരിച്ച് കഴിയുമ്പോൾ എൻ്റെ ഷോപ്പിൻ്റെ ഓപ്പണിങ് ഒരു ദിവസമായിരുന്നു. അതിനുശേഷം 5 മാസം കഴിഞ്ഞിട്ടാണ് എൻ്റെ ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നത്. ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ഫണ്ട് മുഴുവനും എടുത്തിട്ടാണ് ഷോപ്പ് ഓപ്പൺ ചെയ്തത്. 8-ാം തീയതി റാന്നിയിൽ കൊറോണ സ്ഥിരീകരിച്ചു. 9-ാം തീയതി ആയിരുന്നു എൻ്റെ ഷോപ്പിൻ്റെ ഓപ്പണിങ്. ഞാനാണെങ്കിൽ 8-ാം തീയതി എൻ്റെ വെളിയിലോട്ട് റോഡിലൊക്കെ നോക്കുമ്പോൾ ഒരു മനുഷ്യന്മാരും അതില്ല. ആ ഇറ്റലിക്കാർ വന്ന് റെഡിയാക്കി തന്നു. അവർ പോയി. പക്ഷേ ഒരു മനുഷ്യന്മാരും ഇല്ല റോഡിൽ പോലും. പിറ്റേ ദിവസം ഓപ്പണിങ്ങാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ചിന്തിച്ചാൽ മതിയല്ലോ, എൻ്റെ കയ്യിലുള്ള എല്ലാം പോയി എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ആ സമയത്തും എനിക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം വന്നത് ആ കൊറോണ ടൈമിലാണ്. ഞാൻ ആ സമയത്താണ് കൂടുതലായിട്ട് മേക്കപ്പിനെ കുറിച്ച് പഠിച്ചതും ഹെയർ സ്റ്റൈലിനകത്തൊക്കെ കൂടുതലായിട്ട് പഠിച്ചതും. അങ്ങനെ ഹെയർ സ്റ്റൈൽ ഞാൻ ഒരുപാട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു. എനിക്ക് പോയി പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ ഞാൻ കേരളത്തിൽ എല്ലായിടത്തും പോയി ക്ലാസ് എടുത്തു. അപ്പം ഞാൻ പറയുന്നത്, നമുക്ക് ലൈഫിൽ എന്തെല്ലാം പ്രശ്നങ്ങളും എന്തെല്ലാം ട്രാജഡിയും എന്തെല്ലാം സംഭവങ്ങളും വന്നാലും നമ്മളതിനെ ഓവർകം ചെയ്ത് നമ്മുടേതായിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാതെ കുറേ നാൾ ഡിപ്രഷൻ അടിച്ച് ഒരു മൂലയ്ക്ക് പോവാതെ നമ്മൾ ആ സമയത്തും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ കാര്യം നമുക്ക് ഇന്നലെ നാളെ പ്രയോജനം വരും. അതാണ് എൻ്റെ ലൈഫിൽ ടോട്ടലി വന്നേക്കുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഞാൻ നേരത്തെ ചെയ്തു വെച്ച പല കാര്യങ്ങളുമാണ് എനിക്ക് പ്രയോജനം വന്നത്. ഇപ്പോൾ എന്നെ വെച്ച് ഒരുത്തൻ അരുൺ എന്ന് പറയുന്ന അവൻ എഡിറ്ററാണ് ഫിലിമിൽ. അപ്പോൾ അവൻ സിനിമ പ്ലാൻ ചെയ്തു. പക്ഷേ സിനിമ നടന്നില്ല. പക്ഷേ എൻ്റെ ലൈഫിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്നു. ഞാൻ അതുകൊണ്ട് മാറി നിന്നുകൊണ്ടാണ് ഞാൻ ഒന്ന് ടേൺ ചെയ്ത് ഈ ബ്രൈഡൽ മേക്കപ്പിലേക്ക് പോയത്. എൻ്റെ ലൈഫ് ഒന്ന് സെറ്റായത്. കാരണം അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും സിനിമയിൽ നിന്ന് ഒരു ചെറിയ വരുമാനം കൊണ്ട് ചിലപ്പോൾ സിനിമയൊക്കെ ചെയ്യുമായിരിക്കും, 1-2 പടങ്ങൾ ചെയ്യും. പിന്നെയും പടങ്ങളൊന്നുമില്ല, ഇങ്ങനെ കുറച്ച് പടങ്ങൾ ചെയ്യും, അങ്ങനെ ഇങ്ങനെയൊക്കെ പോകും. അപ്പോഴും ഞാനിവിടെ സ്റ്റക്കായി നിന്നേനെ.
അപ്പോൾ ശരിക്കും അതൊക്കെ ചെയ്ത് അന്നേരം എനിക്ക് ഒരുപാട് സമയം കിട്ടി ഇതൊക്കെ ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ മേക്കപ്പ് കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള മേക്കപ്പും അതുപോലെ ഈ ഫാഷൻ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ടൈമും കാര്യങ്ങളും എനിക്ക് ഒരുപാട് കിട്ടി. പിന്നെ മേക്കപ്പ് കൂടുതൽ പഠിക്കാനും ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിലും ഞാൻ മേക്കപ്പ് പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ഞാനൊരു 5 ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടാണ് പഠിപ്പിക്കുന്നത്. ഞാൻ എപ്പോഴും ക്ലാസ്സുകൾ ഇങ്ങനെ അറ്റൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇപ്പം ഞാനിപ്പോൾ നാളെ മുംബൈക്ക് പോവാം 5 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി. അപ്പം ഞാൻ പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെന്ന് വെച്ചാൽ എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണം. അല്ലാതെ നമുക്ക് ഒരിക്കലും മേക്കപ്പ് എന്ന് പറഞ്ഞാൽ കടലോളം കിടക്കും ഇങ്ങനെ ഓരോ കാര്യങ്ങളും. കാരണം പ്രോഡക്റ്റുകൾ ഓരോ പുതിയ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പം ഞാനും ഇങ്ങനെ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ പഠിക്കുന്നു. പക്ഷെ അത് ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ നാളെ എനിക്കത് പ്രയോജനം വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം എനിക്കിപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ സാധ്യതകൾ അറിയാൻ പറ്റും മുമ്പോട്ട്. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചാലോ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്താലോ മാത്രമേ ഈ സാധ്യതകൾ മനസ്സിലാവത്തുള്ളൂ. അല്ലെ എങ്ങനെ മനസ്സിലാവും? അല്ലെ നമുക്ക് ഒരിക്കലും ഒരു ഏത് ഫീൽഡാണെങ്കിലും ഇപ്പോൾ ആർട്ടിസ്റ്റുകളാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം നമ്മുടെ മലയാള സിനിമയിലുള്ള ഒരുപാട് പേര് പല കാര്യങ്ങൾ സിനിമയിലൊക്കെ പോയി ചെയ്യും. പക്ഷേ അവരങ്ങനെ ചിന്തിച്ച് അതിലോട്ടുള്ള കണക്ഷൻ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഇട്ടതുകൊണ്ടാണ് അവർക്ക് അങ്ങനത്തെ കണക്ഷനിൽ പല പടങ്ങളാണെങ്കിലും ചെയ്യാൻ പറ്റുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പം എന്തായാലും ഇപ്പോഴത്തെ ഈ ഒരു ഫ്ലോയിൽ നല്ല തോട്ട്സും എപ്പോഴും പോസിറ്റീവായിരിക്കാൻ കഴിയുമെന്ന് പറയുന്നത് വലിയ കാര്യമാണ്. എല്ലാം ഇഷ്ടപ്പെട്ട മേഖലകളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് പിന്നെ വേറെ പറയേണ്ട ഒരു മെയിൻ കാര്യം വേറെ ഉണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എൻ്റെ വീട് റാന്നി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം അവിടെ നിന്ന് പറഞ്ഞാൽ ഈ രതീഷേട്ടനാണെങ്കിലും ഈ റോണയാണെങ്കിലും രഞ്ജിത്തേട്ടനാണെങ്കിലും പ്രതിവേട്ടനൊക്കെ ആണെങ്കിലും ഇവരൊക്കെ ഈ വിളിക്കുന്നതൊക്കെ ഈ വൈകിട്ടൊക്കെ ആയിരിക്കും വിളിക്കുന്നത്. എടാ നാളെ ഒരു വർക്കുണ്ട്, ഇന്ന സ്ഥലത്ത് വരാൻ പറ്റുമെന്ന്. ഞങ്ങളുടെ അവിടെ എന്ന് പറഞ്ഞാൽ ഈ ഒരു 6:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്ഥലത്തോട്ടും ബസ്സില്ല. ഞാൻ അന്നേരം എൻ്റെ കൂട്ടുകാരന്മാരെ എല്ലാം ഫോൺ ചെയ്യും, എടാ ആരെങ്കിലും എന്നെ. അപ്പം ഞാൻ വിളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തോ പറയുന്നത് ഫസ്റ്റ് ഞാൻ പറയുന്നത് ഞാനൊരു 10 മിനിറ്റിനുള്ളിൽ വിളിക്കാമെന്ന് പറഞ്ഞു. ഈ 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അമ്മയോട് വണ്ടിക്കൂലി ചോദിക്കാനും എനിക്ക് ഡ്രസ്സ് പായ്ക്കാനുള്ള ടൈമാണ്. മനസ്സിലായോ? ഞാൻ അമ്മയോട് ഡ്രസ്സ് പായ്ക്കുമ്പോൾ ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞുകൊണ്ടിരിക്കും, അമ്മ പൈസ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അമ്മ പൈസ തരും. പക്ഷേ ഞാനെല്ലാം പറഞ്ഞ് ഞാൻ ഇറങ്ങാൻ തുടങ്ങണം, എന്നാലേ അമ്മ പൈസ എടുത്ത് തരത്തുള്ളൂ. എന്നിട്ട് അത്രയും പൈസ തന്നിട്ട് ഞാൻ നേരെ എന്ത് ചെയ്യും, കൂട്ടുകാരന്മാരുടെ ബൈക്കിൽ കയറി വിട്ടു. അന്നേരം ഞാൻ അങ്ങോട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴേ ഞാൻ വിളിച്ച് പറയുന്നത് ഞാൻ രാവിലെ 6 മണിയാകുമ്പോൾ അവിടെ കാണുമെന്ന്. പക്ഷേ ഞാൻ ഇറങ്ങുന്ന സമയം എന്ന് പറഞ്ഞാൽ 8 മണി 9 മണി ആ ടൈമിലായിരിക്കും. ഞാൻ നേരെ വരും, തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ വരും. അവിടെ നിന്ന് ഒറ്റ ട്രെയിൻ കാണത്തില്ല. ലാസ്റ്റ് ട്രെയിൻ അങ്ങോട്ട് 7:30 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നുള്ളത് വെളുപ്പംകാലത്ത് അങ്ങോട്ടേ ഉള്ളൂ. 1 മണിക്ക് 2 മണിക്ക് അങ്ങോട്ട് ട്രെയിൻ ഉള്ളൂ. അല്ലെങ്കിൽ എനിക്ക് 9:30 അവിടെ നിന്ന് ട്രെയിൻ കിട്ടും. ഞാൻ നേരെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ വരും. എന്നിട്ട് ഞാൻ അവിടെ കിടക്കും, അത് കൊതുകടിയും കൊണ്ട് അവിടെ കിടക്കും. എന്നിട്ട് പിന്നെ രാവിലെ മിക്കവാറും തമ്മനത്തും അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും ഷൂട്ടും കാര്യങ്ങളൊക്കെ. കാരണം ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ അങ്ങനെ വരുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യും, എന്നിട്ട് വെളുപ്പംകാലത്ത് നമ്മുടെ ചിലപ്പം ഈ വരാനുള്ള വണ്ടിക്കൂലിയൊക്കെ കാണത്തുള്ളൂ. പിന്നെ അവിടെ കുറച്ച് വെള്ളമൊക്കെ പൈപ്പിൽ നിന്നൊക്കെ കുടിച്ച് പിന്നെ 5 രൂപയുടെ മറ്റേ പാർലേജിയുടെ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അത് മേടിക്കാൻ കിട്ടും. അതും മേടിച്ച് കഴിച്ചിട്ടൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. ഇരുന്ന് കഴിയുമ്പോൾ പിന്നെ വെളുപ്പിനെ എഴുന്നേറ്റ് നടക്കും. കാരണം എത്ര ദൂരമാണെങ്കിലും നമുക്കറിയാം അത്ര ദൂരം നടന്നു കഴിഞ്ഞാൽ ചെല്ലുന്നു. നടക്കും, ബാഗും പൊക്കിക്കൊണ്ട് അങ്ങ് നടക്കും. നടന്നിട്ട് അവിടെ ചെന്ന് ഫ്രഷ് ആവാനുണ്ടെങ്കിൽ ഫ്രഷ് ആവും. അപ്പോഴത്തേന് ആർട്ടിസ്റ്റുകളെല്ലാം വരും. പിന്നെ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു പോയി. ഇതിനകത്ത് പൈസ കിട്ടിയിട്ട് വേണം തിരിച്ച് വണ്ടിക്കൂലി വീട്ടിൽ പോകാൻ. അല്ല 2 ദിവസം ഷൂട്ടാണെങ്കിലും അവിടെ നിന്നിട്ട് അതിൻ്റെ പൈസ കിട്ടിയിട്ട് വേണം പോകാൻ. കാരണം അന്ന് ഞാൻ അമ്മ എന്നോട് പറയാടാ ഇന്ന് രാത്രി എന്തിനാ പോകുന്നത് നീയോ? ഞാൻ പറഞ്ഞ എൻ്റെ പൊന്നമ്മേ. അപ്പം അമ്മ ഈ പൈസ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ ചോദ്യങ്ങളാണ്, എടാ ഇന്ന് പാതിരാത്രി നീ പോകേണ്ട കാര്യമുണ്ട്, നീ വിളിച്ചിട്ട് പറ ഇനിയിപ്പോൾ ഇരുന്ന്. അപ്പം ഞാൻ പറഞ്ഞ അമ്മേ ഞാൻ പോയില്ലെങ്കിൽ എനിക്ക് പകരം 100 പേര് വരാൻ അവിടെ റെഡിയാണ്. മനസ്സിലായോ? അപ്പം അന്നും ഞാൻ ഒരിക്കൽ പോലും ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനോട് പോലും ഞാൻ വരത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ എത്ര രാത്രിയാണെങ്കിലും എത്ര സംഭവമാണെങ്കിലും ഞാൻ പോയിട്ടേ ഉള്ളൂ. കാരണം ഇപ്പം പല ആൾക്കാരെല്ലാം നോയാണ് പറയുന്നത്. അതാണ് അവർക്ക് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അതായിരിക്കും അവരുടെ ലൈഫിൽ ഒന്നും ആവാൻ പറ്റാത്ത ഒരു കാര്യവും അതായിരിക്കും. കാരണം ഞാൻ ഒരിക്കലും ആരോടും എനിക്ക് വരാൻ പറ്റത്തില്ലെന്നുള്ള കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ എങ്ങനെ ആയാലും ഞാൻ ചെല്ലും. എനിക്ക് തോന്നുന്നു അതായിരിക്കും എൻ്റെ ലൈഫിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ കൊണ്ടു തന്നത്. ഈ കുറച്ച് കാര്യങ്ങളാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞാനിപ്പോൾ കുറേ ആൾക്കാരെ ക്ലാസ്സൊക്കെ എടുക്കുന്നുണ്ട്. ഈ ഹെയർ സ്റ്റൈലിൻ്റെ ആണെങ്കിലും മേക്കപ്പിൻ്റെ ആണെങ്കിലും. ഞാൻ മേക്കപ്പിനെക്കാട്ട് കൂടുതൽ ഹെയർ സ്റ്റൈലിൻ്റെ ക്ലാസ് എടുക്കും. അപ്പോൾ എനിക്ക് കുറേ കേരളത്തിൽ ഞാൻ അങ്ങോട്ട് എല്ലായിടത്തും ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പം കുറേ സ്റ്റുഡൻസ് ഉണ്ട്. ശരിക്കും അവരുടെ ഒരു ബ്ലെസ്സിങ്സ് കൂടെ ഉണ്ട് നമുക്ക്.
കാരണം അവരെല്ലാം പഠിപ്പിച്ചു കൊടുക്കും, ഇത്രയും ഡീപ്പായിട്ട് പഠിപ്പിക്കുന്ന അവർക്ക് അങ്ങനെയൊന്നും ക്ലാസ് കിട്ടിയിട്ടില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അവർ നമ്മളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത് ടോട്ടലി എല്ലാം ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലെ ഒരിക്കലും എനിക്ക് ഈ റാന്നി പോലുള്ള സ്ഥലത്ത് നിന്ന് ഞാൻ പോയിട്ട് ഈ ലണ്ടൻ പോലത്തെ ഒരു മഹാസമുദ്രം പോലൊരു അങ്ങനെ ഉണ്ടെങ്കിൽ എന്നെക്കാട്ടി മുമ്പേ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ ചെന്നിട്ടുണ്ട്. ഇതേ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ചെന്നിട്ടുണ്ട്. അവർക്കാർക്കും അങ്ങനെ ഒരു ഇത് കിട്ടാതെ എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ബ്ലെസ്സിങ്സുകളുണ്ട്. അല്ലാതെ ചുമ്മാ അത് ഒരിടത്തെ ഒരു കാര്യം മാത്രമൊന്നുമല്ല. തീർച്ചയായിട്ടും ആ ബ്ലെസ്സിങ്സും ഈ ഒരു പോസിറ്റീവ് തോട്ടും വെച്ചിട്ട് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ. പാരീസ് ഫാഷൻ വീക്കിനുള്ള എന്താ പറയുക വിഷസ് ഇപ്പോഴേ പറയണു. താങ്ക് യു സോ മച്ച് ഈ ഒരു സമയം ഇവിടെ നമുക്ക് വേണ്ടി മാറ്റി വെച്ചതിൽ. ഓക്കെ, താങ്ക് യു. നമുക്ക് വീണ്ടും കാണാം അടുത്തയാഴ്ച മറ്റൊരു അതിഥിയുമായി.